ഒരിക്കൽ ഒരു സ്കൂളിൽ ഹെഡ് മാസ്റ്ററുടെ അടുത്ത് ഒരു പരാതി എത്തി. 2ാം ക്ലാസ്സിലെ ഒരു കുട്ടി ഉച്ചഭക്ഷണത്തിനായി കൊണ്ടുവന്ന ചോറ് കാണുന്നില്ലെന്നായിരുന്നു പരാതി. കുട്ടികൾ ആരോ ചോറ് മോഷ്ടിച്ചതാകാമെന്നാണ് അധ്യാപകർ കരുതിയത്. വിശപ്പും ചോറ് കാണാത്തതിൻ്റെ സങ്കടവും സഹിക്കവയ്യാതെ ആ കുട്ടി കരയുന്നുണ്ടായിരുന്നു. ഹെഡ് മാസ്റ്റർ ആ കുട്ടിയെ സമാധാനിപ്പിച്ചു. കുട്ടികളെല്ലാം വരട്ടെ, നമുക്ക് അന്വേഷിക്കാം. നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ പുസ്തകമെടുത്ത് വീട്ടിലേക്ക് പോയിക്കൊള്ളൂവെന്നും അധ്യാപകൻ പറഞ്ഞു. ഒഴിവ് കഴിഞ്ഞ് എല്ലാ കുട്ടികളും ക്ലാസ്സിലെത്തിയപ്പോൾ അധ്യാപകർ ചോറ് മോഷ്ടിച്ച കുട്ടിയെ പിടിക്കാനെത്തി. ഓരോ കുട്ടികളുടെയും മുഖത്ത് അധ്യാപകർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. മോഷണം ചീത്തശീലമാണെന്നും അറിയാതെ വല്ല തെറ്റും പറ്റിയെങ്കിൽ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കണമെന്നുമെല്ലാം അവർ കുട്ടികളോട് പറഞ്ഞു. അധ്യാപകർ എല്ലാ കുട്ടികളെയും ചോദ്യം ചെയ്തെങ്കിലും ആരും കുറ്റം ഏറ്റുപറഞ്ഞില്ല. കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ആ കുട്ടിയുടെ പൊതിച്ചോറ് കട്ടത് ആ സ്കൂളിലെ തന്നെ അധ്യാപകനായിരുന്നു, പ്രധാന മാഷ്. സ്കൂൾ വിട്ടു പോകും നേരം അദ്ദേഹം തൻ്റെ കുറ്റം ഏറ്റുപറഞ്ഞ് മാനേജർക്ക് ഒരു കത്തും എഴുതി. കഴിഞ്ഞ 28 മണിക്കൂർ നേരം ആഹാരമൊന്നും കഴിക്കാതെ ജോലി ചെയ്യുകയായിരുന്നു ആ അധ്യാപകൻ. അങ്ങനെ വിശന്ന് തളർന്ന് വീഴുമെന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് ക്ലാസ്സിലെ ഏതോ ഒരു കുട്ടിയുടെ ഭക്ഷണം മോഷ്ടിച്ചത്. പ്രശസ്ത എഴുത്തുകാരൻ കാരൂർ നീലകണ്ഠപിള്ളയുടെ പൊതിച്ചോറ് എന്ന കഥയാണിത്. പ്രേക്ഷകരെ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം അറിയാമോ? ഇന്ന് ലോക ഭക്ഷ്യദിനമാണ്. ലോകത്തെ ഏതാണ്ട് 28% പേർക്ക് ആവശ്യത്തിനുള്ള അന്നം കിട്ടുന്നില്ലെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക്. ആവശ്യത്തിലധികം പാകം ചെയ്ത് അല്പം മാത്രം കഴിച്ച് ബാക്കി അത്രയും ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുമ്പോൾ ഈ കണക്കുകളൊക്കെ ഒന്ന് ഓർമ്മിക്കണം. കാരൂർ നീലകണ്ഠപിള്ളയുടെ പൊതിച്ചോറ് എന്ന കഥ ഒരാവർത്തി വായിക്കണം. ഭക്ഷണം പാഴാക്കില്ലെന്ന് നമ്മൾ പ്രതിജ്ഞയെടുത്താൽ, അയൽവാസി അതാരായാലും പട്ടിണി കിടക്കുന്നില്ലെന്ന് നമ്മൾ ഉറപ്പുവരുത്തിയാൽ, പട്ടിണിക്കെതിരായ ലോകത്തിൻ്റെ പോരാട്ടത്തിൽ ഒരു ചെറു പങ്ക് നമ്മുടെ പേരിലും അടയാളപ്പെടുത്താം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഫേസ്ബുക്കിൽ വായിച്ച 2 വരി കവിത ഇങ്ങനെയാണ്: ഉണ്ണുവാൻ വിശപ്പില്ലാത്ത ഉണ്ണികൾക്ക് പറഞ്ഞു കൊടുക്കണം ഉണ്ണാനില്ലാത്ത വിശപ്പ് സഹിക്കുന്ന ഉണ്ണികളുടെ രോദനം. ലോക ഭക്ഷ്യദിനമാണ്, ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അപ്പോൾ അധികം പാകം ചെയ്യേണ്ട, അധികം ഓർഡർ ചെയ്യേണ്ട, അധികം പാഴാക്കുകയും